ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് ജീവിതത്തിലെ ഭയങ്കരമായ സ്ട്രെസ്. ഓഫീസിലെ പ്രഷർ കൊണ്ടുണ്ടാകാം, വീട്ടിലെ പ്രഷർ കൊണ്ടുണ്ടാകാം, മറ്റ് നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ വിവിധങ്ങളായ റിലേഷൻസ് കൊണ്ടൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം. ഈ സ്ട്രെസ് നേരിട്ടും അല്ലാതെയും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു, നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും ഉല്ലാസവും ഒക്കെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ആരോഗ്യത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പലവിധത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുകയും ജീവിതത്തിന് പ്രത്യേകിച്ചൊരു ഒരു ഉന്മേഷവും അർത്ഥവും ഇല്ലാതെ പോവുകയും ചെയ്യും. ഇനി ഇത്രയും കാരണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും സാധാരണ ഇന്നത്തെ ഒരു ശരാശരി മനുഷ്യന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് രാത്രി വരെയും ഓട്ടം മാത്രമാകുമ്പോൾ പലപ്പോഴും ജീവിതത്തെ ഒന്ന് ആസ്വദിക്കുവാനോ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കുവാനോ മനുഷ്യന് സമയം കണ്ടെത്തുവാൻ കഴിയാതെ വരും. ഇത്തരം ഒരു സാഹചര്യത്തിൽ രണ്ട് മനുഷ്യന്മാർ ലോകത്തിലെ ഈ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥലം കണ്ടെത്തി പോവുകയാണ്. അത് ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയുന്ന ഒരു ദ്വീപ് സമൂഹത്തിലെ ഒരു സ്ഥലമാണ്. അവിടെ 1,00,000 ആൾക്കാരിൽ 25-ന് മുകളിൽ ആൾക്കാർ 100 വയസ്സിന് മുകളിൽ ജീവിക്കുകയും അവരെല്ലാവരും വളരെ ആരോഗ്യത്തോടും വളരെ സന്തോഷത്തോടും കൂടിയാണ് ആയിരിക്കുന്നത്. അവിടുത്തെ ആൾക്കാരുടെ ശരാശരി ജീവിത ദൈർഘ്യം വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിയ രണ്ട് എഴുത്തുകാർ ഹെക്ടർ ഗ്രേഷ്യയും ഫ്രാൻസെസ്ക മെറൽസും ആ സ്ഥലത്ത് പോയി നിന്ന് അവരുടെ ജീവിത രഹസ്യം പഠിക്കുവാൻ ശ്രമിക്കുന്നു. അതിനുശേഷം അവർ കണ്ടെത്തിയ അവരുടെ ജീവിത രഹസ്യത്തിന്റെ പുസ്തകമാണ് ഇക്കിഗായി എന്നുള്ളത്. ഈ ഇക്കിഗായി എന്ന പുസ്തകത്തെക്കുറിച്ചും ഇക്കിഗായി എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ചും ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്കിഗായി എന്ന വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുമെങ്കിലും ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ കൺസെപ്റ്റ് എന്നുള്ളത് ദ ഹാപ്പിനെസ് ഓഫ് ബീയിങ് ബിസി എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ തിരക്കുകൾക്കിടയിലും സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ തിരക്കിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവാനായിട്ട് നമുക്ക് ഇരിക്കുവാൻ കഴിയുക എന്നുള്ള അവസ്ഥയാണ് ഇക്കിഗായി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാർ ഒക്കിനാവ എന്നുള്ള ദ്വീപ് സമൂഹം സന്ദർശിച്ച് അവിടുത്തെ ആൾക്കാരുടെ സന്തോഷത്തിന്റെ കാരണം കണ്ടെത്തിയപ്പോൾ അവർക്ക് വളരെ പ്രസക്തമായി തോന്നിയ അവരുടെ ഒരു കൺസെപ്റ്റ് ഈ ഇക്കിഗായി എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഈ ഇക്കിഗായി എന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുകയും അവരുടെ ഇക്കിഗായിക്ക് അവർ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരുന്നു. അതായത് അവരുടെ ജീവിതത്തിൽ അവർ എന്തെങ്കിലും ഒരു പാഷൻ ഇക്കിഗായി ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇക്കിഗായി എന്ന് നമുക്ക് കണ്ടെത്തുവാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്, അതാണ് നമ്മുടെ ഇക്കിഗായി. 1-2 ചോദ്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് നിന്ന് നമ്മൾ ചോദിക്കണം. നമുക്ക് സന്തോഷം തരുന്ന ആ വലിയ സംരംഭത്തിന് മറ്റുള്ളവർക്കും സന്തോഷം പകരുവാനായിട്ട് കഴിയുന്നുണ്ടോ? അത് മറ്റു മനുഷ്യന്മാരുടെ നന്മയ്ക്ക് കാരണമാകുന്നുണ്ടോ? എങ്കിൽ ആ ഇക്കിഗായി നമ്മുടെ പാഷനായിട്ട് നമുക്ക് എടുക്കുവാൻ കഴിഞ്ഞാൽ ഈ ജപ്പാനീസ് ദ്വീപിലെ ആൾക്കാരെ പോലെ വളരെ സന്തുഷ്ടരായി മാറുവാൻ നമുക്കും കഴിയും എന്നുള്ളതാണ് പുസ്തകം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പുസ്തകം വായിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ആ പുസ്തകം വായിച്ചു തീർക്കുന്നത് വരെ അവരെ രാവിലെ എണീക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഓഫീസിൽ നിന്ന് വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരുവാനൊക്കെ അവരെ നിർബന്ധിക്കുന്ന ഒരു കാര്യം ആ പുസ്തകം വായിച്ചു തീർക്കുവാനുള്ള അവരുടെ ഒരു ആഗ്രഹമാണ്. അത്തരത്തിലുള്ള ഒരു ഇച്ഛാശക്തിയെയാണ് ഞാൻ ഇക്കിഗായി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം ഒരു ഇക്കിഗായി ഉണ്ടാകും. അതൊരു പക്ഷേ നമ്മുടെ പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കാം. ആ ഇക്കിഗായിയെ നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ, ആ ഇക്കിഗായിയെ ഫോളോ ചെയ്യുവാനായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ജീവിതം വേറൊരു സന്തോഷ തലത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് പെട്ടെന്ന് ഒരു ഇക്കിഗായി നമുക്കില്ല എന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സെന്റൻസ് ഈ പുസ്തകം നമുക്ക് തരുന്നുണ്ട്. ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്. ഒരു ഇക്കിഗായിയെ കണ്ടെത്തുക എന്ന് പറയുന്നതും ഒരു ഇക്കിഗായിയാണ്. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കിടയിൽ വെച്ച് നമുക്ക് ഇക്കിഗായിയെ കണ്ടെത്തുവാനായിട്ട് കഴിയും. നമ്മുടെ ആ ഇക്കിഗായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും. നമുക്ക് ഒരുപക്ഷെ സ്ട്രെസ് തരുന്ന നമ്മുടെ ജോലിയിലെ തന്നെ ചില ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം ആകർഷിക്കുന്നതും നമുക്ക് ആ മേഖലയിൽ വളരെ നന്നായിട്ട് ചെയ്യുവാൻ കഴിയുന്നതുമായിരിക്കും. ആ മേഖലയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞാൽ, ആ മേഖലയിൽ നമുക്ക് കൂടുതൽ മെച്ചം ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജോലി തന്നെ നമുക്ക് വളരെ ആസ്വാദ്യകരമായിട്ട് മാറും. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒക്കിനാവ എന്ന ഗ്രാമത്തിൽ ആൾക്കാർ ഇത്രത്തോളം സന്തോഷമായിരിക്കുന്നതിന് കാരണമായ ഇക്കിഗായി എന്നുള്ള കൺസെപ്റ്റിന് പുറമെ കുറച്ച് അധികം കാര്യങ്ങൾ കൂടി എഴുത്തുകാർ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ ഞാൻ 10 പോയിന്റുകളായിട്ട് കൺക്ലൂഡ് ചെയ്ത് നിങ്ങളോട് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെ നമുക്ക് 10 റൂൾസ് ഓഫ് ഇക്കിഗായി എന്ന് പറയാം.
ഒന്നാമതായിട്ട് സ്റ്റേ ആക്റ്റീവ്, ഡോണ്ട് റിട്ടയർ എന്നുള്ളതാണ്. ഈ ഗ്രാമത്തിലെ ആൾക്കാരിലുണ്ടായിരുന്ന ഒരു വലിയ സവിശേഷത, അവർ 90 വയസ്സുള്ളവരാകട്ടെ 120 വയസ്സുള്ളവരാകട്ടെ, അവരെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർക്കൊരല്പം ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഇക്കിഗായിയെ അല്ലെങ്കിൽ അവരുടെ സന്തോഷകരമായ പാഷനെ ഫോളോ ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സോ നമ്മുടെയും സമയം നമുക്ക് നമ്മുടെ ഇക്കിഗായിക്ക് വേണ്ടിയും കൂടി മാറ്റിവെക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ടൈം നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കുവാനായിട്ട് കഴിയും. അത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുകയും വളരെ സന്തോഷകരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, ടേക്ക് ഇറ്റ് സ്ലോ എന്നുള്ളതാണ്. ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നവർ അവർ ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ. ആ കാര്യം അവർ വളരെ ആസ്വദിച്ച് സമയമെടുത്ത് അവർ ചെയ്യും. ടേക്ക് ഇറ്റ് സ്ലോ എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്യണം എന്നല്ല ഇവിടെ എഴുത്തുകാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആവുകയും നമ്മുടെ സ്ട്രെസ് കുറയുകയും കുറച്ച് മെച്ചമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യാൻ കഴിയും. മൂന്നാമതായിട്ട് ഫിൽ യുവർ സ്റ്റൊമക് ടു 80% എന്നുള്ളതാണ് ഇക്കിഗായിയുടെ മറ്റൊരു നിയമം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായ സമയങ്ങളിൽ കഴിക്കുകയും നമ്മുടെ വയറ് 80% നിറയുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയും ചെയ്തു കഴിയുമ്പോൾ കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ റൂൾ. ഇതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളതും നമ്മുടെ ഭക്ഷണം മിതമായ രീതിയിൽ കഴിക്കണമെന്നുള്ളതുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ വൈഡ് വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് കഴിക്കുകയും അവരുടെ ഭക്ഷണത്തിനെ കുറിച്ച് അവർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുകയും അവർ എപ്പോഴും വളരെ മിതമായിട്ട് മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവരായിരുന്നുവെന്നും അത് അവരുടെ ആരോഗ്യത്തെ കാര്യമായി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ്. നാലാമത്തെ പോയിന്റ്, സറൗണ്ട് യുവർസെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ്. ഈ ഒക്കിനാവ എന്ന ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ കമ്മ്യൂണിറ്റികളാണ്. അവരെപ്പോഴും തങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ അയൽവാസികളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുകയും വൈകുന്നേരങ്ങളിൽ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നൃത്തം വയ്ക്കുകയും പാട്ട് പാടുകയും ഓരോരുത്തരുടെയും ഇക്കിഗായി വെച്ചിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അത് അവരുടെ മാനസിക സന്തോഷം വർദ്ധിപ്പിച്ചിരുന്നു. സോ നമ്മുടെ ഈ തിരക്കുള്ള ഓട്ടത്തിൻ്റെ ഇടയിലും നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞാൽ ആ നല്ല സുഹൃത്തുക്കളുമായി നമ്മുടെ ഇക്കിഗായി പങ്കുവയ്ക്കുവാൻ, നമ്മുടെ മറ്റ് സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരം അത് മെച്ചപ്പെടുത്തും. അഞ്ചാമത്തെ ഇക്കിഗായിയുടെ റൂള്, ഗെറ്റ് ഇൻ ഷേപ്പ് ഫോർ യുവർ നെക്സ്റ്റ് ബർത്ത്ഡേ എന്നുള്ളതാണ്. ഈ ഗ്രാമത്തിലെ ആൾക്കാർ അവരുടെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അവർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നടക്കാൻ പോവുകയും അവരുടെ പൂന്തോട്ടങ്ങളിലും അവരുടെ പാർക്കുകളിലും എക്സസൈസ് ചെയ്യുവാനുള്ള ഉപകരണങ്ങൾ വച്ചിരിക്കുകയും അവർ വളരെ ലഘുവായ എക്സസൈസുകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് ഈ എഴുത്തുകാർ ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. സോ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരം ഫിറ്റായിട്ടിരിക്കുവാനായിട്ട് അറ്റ്ലീസ്റ്റ് അടുത്ത വർഷം നമ്മുടെ ബർത്ത്ഡേക്ക് മുമ്പ് നമ്മുടെ ശരീരം ഏറ്റവും ബെസ്റ്റ് ഷേപ്പിലാക്കും എന്നുള്ള ഒരു ശപഥം നമുക്ക് എടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ റൂള് പറയുന്നത്. ആറാമത്തെ ഇക്കിഗായി റൂൾ, സ്മൈൽ എന്നുള്ളതാണ്. എപ്പോഴും ചിരിക്കുക. ഈ എഴുത്തുകാരെ അവിടെ ഏറ്റവും ഞെട്ടിച്ചത് അവിടെ ഏറ്റവും പ്രായമുള്ള ആൾക്കാർ പോലും ഒരു പരിചയവുമില്ലാത്ത ഈ എഴുത്തുകാർ ആദ്യം കയറി വരുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോഴാണ്. സോ നമുക്കും നമ്മുടെ മറ്റുള്ളവരെ നോക്കി ചിരിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ, എപ്പോഴും പുഞ്ചിരിയുള്ളൊരു മുഖം നമുക്ക് നിലനിർത്തുവാനായിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിന് കൂടുതൽ സന്തോഷവും ഉന്മേഷവും കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ഇക്കിഗായിയുടെ റൂള് പറയുന്നത്. ഏഴാമതായിട്ട് ഇക്കിഗായിയുടെ റൂൾ എന്നുള്ളത് റീകണക്ട് വിത്ത് നേച്ചർ എന്നുള്ളതാണ്. ഒരുപക്ഷെ സിറ്റിയിൽ താമസിക്കുന്നവർക്കും ഇന്നത്തെ അർബണൈസേഷന്റെ ഭാഗമായിട്ട് കെട്ടിടങ്ങൾക്കകത്തായിപ്പോയവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും പ്രകൃതിയിൽ നിന്ന് വന്ന മനുഷ്യർ എന്നുള്ള നിലയിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. നമ്മുടെ ഫ്ലാറ്റിനുള്ളിലെ ഒരു ചെറിയ ചെടിയാകട്ടെ, അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ നമുക്ക് പോയി എത്തുവാൻ പറ്റുന്ന പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാകട്ടെ, അവയെ മിസ് ചെയ്യാതിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നേച്ചറുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഉന്മേഷം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. എട്ടാമതായിട്ടുള്ള ഇക്കിഗായിയുടെ റൂൾ, ഗീവ് താങ്ക്സ് എന്നുള്ളതാണ്. ഈ ജപ്പാനിലെ ഗ്രാമത്തിൽ താമസിച്ചിരുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഈ ഓതേഴ്സ് പറയുന്നത് അവരെല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നന്ദി പറയുകയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളോടും ദൈവത്തിന് ഭയങ്കരമായ നന്ദി അർപ്പിക്കുന്നവരുമായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആധുനിക വൽക്കരണത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ ഒരു സ്വഭാവ ഗുണമായിട്ടാണ് ഈ നന്ദി പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ നേട്ടങ്ങൾക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുകയും ഈ പ്രകൃതിയോട് നന്ദിയുള്ളവരായിരിക്കുകയും അതോടൊപ്പം മനുഷ്യന്മാർക്ക് തമ്മിൽ നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടും. ഒമ്പതാമതായിട്ട് ലീവ് ഇൻ ദ മൊമെന്റ് എന്നുള്ളതാണ് ഇക്കിഗായിയുടെ മറ്റൊരു നിയമം. ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയോ
പഴയ കാലത്തെക്കുറിച്ച് നിരാശപ്പെടുകയോ ചെയ്യാതെ ഇന്നത്തെ മൊമെന്റിൽ ജീവിക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ആസ്വാദ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും. 10ാമത്തെ പോയിന്റ് ഫോളോ യുവർ ഇക്കിഗായി എന്നുള്ളതാണ്. ആദ്യം ഇക്കിഗായിയെ കുറിച്ച് വ്യക്തമാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം തരുന്ന ആ നല്ല പാഷനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ, ആ ഇക്കിഗായിയെ പിന്തുടരുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാൽവയ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സോ നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തുവാനും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ആക്റ്റീവ് ആക്കുവാനും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇക്കിഗായി എന്ന പുസ്തകത്തിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്നത് പർച്ചേസ് ചെയ്യുവാനായിട്ട് കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.